നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷത്തിൽ പ്രധാനമായിട്ട് 9 ഗ്രഹങ്ങളാണുള്ളത്. അവയെ നവഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. നവഗ്രഹങ്ങൾ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള കാരകത്വ സ്വഭാവങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങളും ചെലുത്തുന്നുണ്ട്. ഓരോ ഗ്രഹങ്ങളും ജാതകത്തിൽ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. നിർണായകമായിട്ടുള്ള സ്വാധീനമാണ് ജാതകത്തിലൂടെ നവഗ്രഹങ്ങൾ ചെലുത്തുന്നത്. അതുകൊണ്ട് തന്നെ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക, നവഗ്രഹങ്ങളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ ഇല്ലാതാക്കുക, ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയവയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാഹചര്യം ഒരുക്കും. അതുകൊണ്ട് തന്നെ നവഗ്രഹ പ്രീതി എന്നുള്ള വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള ഓരോ ഗ്രഹങ്ങളിലെയും പ്രീതിപ്പെടുത്താനുള്ള ലളിതമായ ഉപായമാണ് 9 വീഡിയോകളിലായിട്ട് പറയുന്നത്. ഓരോ വീഡിയോയും കാണുക. നിങ്ങളുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളും നിങ്ങൾക്ക് ഗുണമാണ് എങ്കിൽ അതിന്റെ ഗുണഫലം വർദ്ധിപ്പിക്കുന്നതിനും, ദോഷസ്ഥാനത്താണ് എങ്കിൽ ആ ദോഷങ്ങൾ ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തെ ഭദ്രമാക്കുന്നതിനുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്വാസത്തിന് ഈശ്വരന്മാരെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ തുല്യ ഫലദാനത്തിൽ പ്രാധാന്യമുള്ളതാണ് നവഗ്രഹങ്ങളും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയറ്റിറക്കങ്ങളൊക്കെ ഒരുപക്ഷെ സ്വാഭാവികമാണ്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുഖ ദുഃഖങ്ങളൊക്കെ നക്ഷത്രത്തെയും ജാതകത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു വ്യക്തി മാനസികമായി അനുഭവപ്പെടുന്ന വ്യാകുലതകൾ, ഗുണഫലങ്ങൾ, ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലുള്ള ഉയർച്ചകൾ, താഴ്ചകൾ, ഇവയൊക്കെ നവഗ്രഹങ്ങളിലെ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളാണ് നവഗ്രഹങ്ങൾ. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്താനും ഓരോ ഗ്രഹങ്ങൾക്കും ദോഷങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് നിരവധി കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പരിഹാര കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ അതിപ്രധാനപ്പെട്ട ഒരു എളുപ്പം ചെയ്യാവുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഏതാനും ദിവസങ്ങളായിട്ട് നാം ഓരോ ഗ്രഹങ്ങളുടെയും ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളെ പരിചയപ്പെട്ടു വരികയാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു എന്നീ ഗ്രഹങ്ങളുടെ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തു കഴിഞ്ഞു. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇന്നതിന്റെ തുടർച്ചയായിട്ട് നാം പരിശോധിക്കുന്നത് കേതു ഗ്രഹത്തിന്റെ ഇഷ്ടപ്പെട്ട പുഷ്പവും അത് ഉപയോഗിക്കേണ്ട രീതിയുമാണ്. കേതു ജാതകത്തിൽ ദുർബലനാണ് എങ്കിൽ ഏകാഗ്രതയും ആത്മവിശ്വാസവും ഒക്കെ ആ വ്യക്തിക്ക് നഷ്ടമാകാം. എന്നാൽ ജാതകത്തിൽ കേതു ശുഭസ്ഥാനത്താണ് എങ്കിൽ നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. കേതു സാമ്പത്തിക തടസ്സവും സാമ്പത്തിക നഷ്ടവും ഒക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദോഷത്തെ ഇല്ലാതാക്കുക. ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് കേതു പ്രീതി പുഷ്പ സമർപ്പണമാണ്. കേതുവിന്റെ ഇഷ്ടപുഷ്പങ്ങളെ സമർപ്പിക്കുന്നതും കേതുവിന്റെ ഇഷ്ടപുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടി സമർപ്പിക്കുന്നതും ഇഷ്ടപുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതുമൊക്കെ അതിവിശേഷമാണ്. കേതുവിന് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ചുവന്ന താമര, ചെമ്പരത്തി, തെറ്റിപ്പൂവ് എന്നിവയാണ്. തെറ്റിപ്പൂവും ചുവന്ന ചെമ്പരത്തിയും ചുവന്ന താമരയും ഒക്കെ കൊണ്ട് മാല കെട്ടി കേതു ഗ്രഹത്തിനായി സമർപ്പിക്കുന്നതും അതിവിശേഷമാണ്. ദോഷത്തെ ഇല്ലാതാക്കും. ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അത് സഹായിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. 9 ഗ്രഹങ്ങളിലെയും ഇത്തരത്തിൽ ലളിതമായിട്ടുള്ള പുഷ്പ സമർപ്പണത്തിലൂടെ പരിഹാരം ചെയ്യാമെന്നുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.